ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട വഴിപാടായ കൃഷ്ണനാട്ടം ഗുരുവായൂർ പോകുന്ന എല്ലാവരും കാണാറുണ്ടോ? ഒരു ദിവസം അവിടെ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായും കൃഷ്ണനാട്ടം കാണണം. കൃഷ്ണനാട്ടം നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? നട തുറന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണനാട്ടം നടക്കില്ല. കാരണം കൃഷ്ണനാട്ടം നടക്കുമ്പോൾ ഭഗവാൻ അവിടെ സന്നിഹിതനായിട്ടുണ്ടാവും. ഭക്തജനങ്ങൾ തൊഴാൻ വരുന്ന സമയത്ത് ശ്രീലകത്തു നിന്നിറങ്ങി കൃഷ്ണനാട്ടം കാണാൻ ഭഗവാൻ പോകും. അതുകൊണ്ട് നട തുറന്നിരിക്കുമ്പോൾ കൃഷ്ണനാട്ടം നടക്കില്ല. നട അടച്ചതിന് ശേഷം രാത്രി 10 മണിക്ക് ശേഷവും വെളുപ്പിന് നട തുറക്കുന്നതിന് മുമ്പാണ് ഈ വഴിപാട് നടത്തുന്നത്. 8 ദിവസം തുടർച്ചയായി ഒരു ദിവസം ഒരു ആട്ടക്കഥ എന്ന നിലയിലാണ് ആടുന്നത് കൃഷ്ണനാട്ടം. ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ് കൃഷ്ണനാട്ടം എന്നതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതാണ് കേട്ടോ. നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് നല്ല ബുദ്ധിമുട്ട് വരും, നടക്കില്ല എന്ന് കാണുന്നതിന് നമ്മൾക്ക് കൃഷ്ണനാട്ടം നടത്താവുന്ന നേരാട്ടോ. കൃഷ്ണനാട്ടത്തിലെ 8 കഥകളിൽ ഓരോ വഴിപാട് നടത്തിയാലും ഓരോരോ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. 3000 രൂപയാണ് വഴിപാടിന് നൽകേണ്ടത്. എന്നാൽ സ്വർഗാരോഹണം കഥയ്ക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം. ഒന്നാമത്തെ അവതാരം ഇഷ്ടസന്താനലബ്ധിക്കും ബാലാരിഷ്ടത നിവാരണത്തിനും ഭയബാധ മോചനം എന്നിവയ്ക്കൊക്കെ നമ്മൾ അവതാരം കൃഷ്ണനാട്ടം നടത്തുന്നത് വളരെയേറെ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. കാളിയമർദ്ദനം, വിഷബാധ ശമനം, ശത്രുപീഠ ശമനം, സർപ്പദോഷ നിവാരണം, രോഗശമനം എന്നിവയ്ക്കും കാളിയമർദ്ദനം അത്യുത്തമമാണ്. രാസക്രീഡ, വിവാഹലബ്ധി, പ്രളയലാഭം, സൗഭാഗ്യ, ദാമ്പത്യം എന്നിവയ്ക്ക് അത്യുത്തമമായ രാസക്രീഡ. കംസവധം, ശത്രു നിവാരണത്തിനും കീർത്തിക്കും വേണ്ടി കംസവധം. സ്വയംവരം, മംഗല്യഭാഗ്യം ലഭിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യം, അപവാദ വിമോചനം എന്നിവയ്ക്ക് സ്വയംവരം. ബാണയുദ്ധം, ജന്മനാളിൽ നടത്താം, മോഹസാഫല്യം, കേസുകളിൽ വിജയം, കർമ്മസിദ്ധി എന്നിവയ്ക്കൊക്കെ ബാണയുദ്ധം. വിവിധവധം, ദാരിദ്ര്യമോചനം, ഉദ്ദിഷ്ടകാര്യലാഭം, കാർഷിക ലാഭം, വ്യാപാര ലാഭം എന്നിവയ്ക്കെല്ലാം തന്നെ വിവിധവധം. സ്വർഗാരോഹണം, പിതൃക്കളുടെ മോക്ഷപ്രാപ്തി, സന്താനഭാഗ്യം, അനായാസ മരണം, മോക്ഷം എന്നിവയൊക്കെ ലഭിക്കാൻ സ്വർഗാരോഹണം. ഇനി നമുക്ക് കൃഷ്ണനാട്ടത്തെക്കുറിച്ചുള്ള ഐതിഹ്യകഥ കേൾക്കാം. വൈകുണ്ഠനാഥനെ എപ്പോഴും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു യതിവര്യൻ ആരാന്നറിയോ? വില്ലുമംഗലം സ്വാമിയാണ് അല്ലേ. അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ബാലലീലകൾ കണ്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചിരുന്നു. ഒരിക്കൽ കോഴിക്കോട് സാമൂതിരി കോവിലകത്തെ മാനദേവൻ തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമര ചുവട്ടിൽ, അതായത് ഇപ്പോൾ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലത്ത്, വില്ലുമംഗലം സ്വാമിയാർ ആനന്ദ ആശ്രുക്കൾ പൊഴിച്ച് ആറാടി നിൽക്കുന്നത് കണ്ടു. ഒഴുകി വന്ന കണ്ണീർ തുടച്ച്
വില്ലമംഗലത്തോട് തമ്പുരാൻ ചോദിച്ചു. എഴുതുന്നെന്താ ഇങ്ങനെ? കണ്ടില്ലേ കള്ളക്കണ്ണൻ്റെ കുസൃതികൾ, വില്ലമംഗലം പറഞ്ഞു. ഓഹോ, എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ ശേഷം 4 പാടം തിരഞ്ഞിട്ട് വില്ലമംഗലത്തിന് മുമ്പിൽ തമ്പുരാൻ മുട്ടുകുത്തി. ഒരു നോക്കു ദർശനം തരാമെങ്കിൽ. ഇത് പറയുമ്പോഴേക്കും തമ്പുരാൻ്റെ കണ്ഠം ഇടറിയിരുന്നു. വില്ലമംഗലത്തിൻ്റെ മനസ്സിളകി. ഞാൻ ഭഗവാനോടൊന്ന് ചോദിക്കട്ടെ, തമ്പുരാൻ പോയിട്ട് നാളെ കാലത്ത് വന്നാലും? വില്ലുമംഗലത്തിൻ്റെ മറുപടി കേട്ട് പ്രതീക്ഷയോടെ മാനദേവൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങി. പിറ്റേന്നു കാലത്ത് ക്ഷേത്രത്തിലെത്തി വില്ലുമംഗലത്തെ കണ്ടു. തമ്പുരാന് ഭാഗ്യമുണ്ട്, ഭഗവാൻ സമ്മതിച്ചിരിക്കുന്നു. വില്ലമംഗലം പറഞ്ഞു തീരും മുമ്പേക്കും തമ്പുരാൻ ചോദിച്ചു, എവിടെ എവിടെ നിൽക്കുന്നു എൻ്റെ തമ്പുരാൻ? എവിടെ എൻ്റെ ഭഗവാൻ? തമ്പുരാനെ കാണാൻ തിടുക്കമായി. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ പറഞ്ഞു, എന്നെ തൊട്ടുകൊണ്ട് നോക്കൂ. നിർദ്ദേശം കേട്ട തമ്പുരാൻ വില്ലുമംഗലത്തെ ഒന്ന് തൊട്ടു. മണ്ണ് വാരിക്കളിക്കുന്ന കണ്ണനെ. അയ്യോ, അതാ കണ്ണൻ മുമ്പിൽ നിൽക്കുന്നു. നിർവൃതിയോടെ തമ്പുരാൻ ഭഗവാനെ നോക്കി നിന്നു. കരുണാവർഷം ചൊരിയുന്ന കള്ളക്കണ്ണുകൊണ്ട് കള്ളക്കണ്ണൻ തമ്പുരാനെ അട്ടിമുടി നോക്കി ചിരിച്ചു. എല്ലാം മറന്ന തമ്പുരാൻ കണ്ണനെ നേരെ ഓടിച്ചെന്നു. ഒന്ന് വാരിപ്പുണരാൻ 2 കൈകളും നീട്ടി. അപ്പോഴേക്കും ഇത് വില്ലമംഗലം പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ആ കള്ളക്കണ്ണൻ തെന്നി മാറി. കണ്ണൻ തൻ്റെ കരവലയത്തിലൂടെ ഊന്നിറങ്ങിയതുപോലെ തമ്പുരാന് തോന്നി. കണ്ണൊന്ന് ചിമ്മിപ്പോഴേക്കും ഭഗവാൻ മറഞ്ഞു കളഞ്ഞു. കണ്ണു തുറന്നപ്പോൾ തമ്പുരാൻ കണ്ടത് കൈത്തണ്ടയിൽ തങ്ങി കിടക്കുന്ന വർണ്ണ മയിൽപ്പീലിത്തുണ്ടായിരുന്നു. അത് പിന്നീട് അദ്ദേഹം മനോഹരമായ ഒരു കൃഷ്ണമുടി നിർമ്മിച്ച് ആ പീലി അതിലുറപ്പിച്ചു. അത് തിരസ്സിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാഗവത കഥകൾ കോർത്തിണക്കി ഒരു കാവ്യവും രചിച്ചു. കൃഷ്ണഗീതി എന്ന പ്രസിദ്ധമായ കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാട്ടം ആയിട്ട് മാറിയത് കേട്ടോ. എല്ലാവരും ഇനി ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ദിവസം അവിടെ നിന്നിട്ട് കൃഷ്ണനാട്ടം ഒന്ന് കണ്ടിട്ട് വരണേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.